കേരള ക്രിക്കറ്റ് ലീഗിന്റെ ഫൈനൽ പ്രതീക്ഷകൾ 24-നോട് പങ്കുവയ്ക്കുകയാണ് സച്ചിൻ ബേബി. തുടർച്ചയായ രണ്ടാം കിരീടവും നേടാനാകുമെന്നാണ് പ്രതീക്ഷ. ഇന്നത്തെ ദിവസത്തെ മിടുക്കും വിധിയെ നിർണ്ണയിക്കുമെന്ന് സച്ചിൻ ബേബി 24-നോട് പറഞ്ഞു. കേരള ക്രിക്കറ്റ് ലീഗിന്റെ രണ്ടാം സീസൺ ഇന്ന് അവസാനിക്കുകയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് കൊല്ലം എരി സെയിലേഴ്സിന്റെ ക്യാപ്റ്റൻ സച്ചിൻ ബേബിയാണ്. തുടർച്ചയായ രണ്ടാം ഫൈനലാണ്. പക്ഷേ കഴിഞ്ഞ തവണത്തെ പോലെ എളുപ്പമാവില്ല കാര്യങ്ങൾ. കാരണം ഒരു പീക്ക് ലെവൽ ഡോമിനൻസുമായാണ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ നമുക്കത് ഏത് മാച്ചിലും ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മളൊരു ഫൈനലിൻ്റെ അന്നത്തെ ദിവസം നമ്മൾ ഏത് ടീമാണ് ഏറ്റവും കുറച്ച് മിസ്റ്റേക്സ് കാണിക്കുന്നത്, ഏറ്റവും കുറച്ച് അത് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത്, അവർക്കായിരിക്കും കുറച്ചും കൂടെ മുൻഗണന കിട്ടുന്നത്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള കൊച്ചിയുമായിട്ടുള്ള കളിയിൽ കഴിഞ്ഞ ആദ്യ മത്സരത്തിൽ 236 റൺസ് എടുത്തിരുന്നു. നമ്മൾ നന്നായി ബാറ്റ് ചെയ്തു. എന്നിട്ടും ആ മത്സരം വിജയിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സ്ട്രോങ് ബാറ്റിംഗ് ലൈനപ്പാണ് കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. നമ്മുടെ ബൗളേഴ്സ് ആണെങ്കിൽ വളരെ മികച്ച നിലവാരം പുലർത്തുന്നു. ഏറ്റവും ഒടുവിൽ തന്നെ ഏറ്റവും നല്ല ബാറ്റിംഗ് നിരയായിരുന്ന തൃശ്ശൂരിനെ 86 എറിഞ്ഞ് ഇടുകയും ചെയ്തു. അപ്പോൾ ബൗളിങ്ങിലാണോ വിശ്വാസം? നമ്മളൊരു ബാലൻസ് സ്ക്വാഡ് തന്നെയാണ് നമ്മൾ ആയതോട് പറഞ്ഞ പോലെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കൊല്ലത്തെക്കാളും ഏറ്റവും വലിയൊരു ചലഞ്ചായിരുന്നു നല്ലൊരു ടീം ബിൽഡ് ചെയ്യാന്നുള്ളത്. അപ്പോൾ നമുക്ക് 2 യങ് ബോളേഴ്സാണ് നമുക്ക് വന്നത്, ആപ്പിളും പവനും. അപ്പം അവർക്ക് കുറച്ച് സമയമെടുത്തു എല്ലാം സെറ്റപ്പ് വരാൻ വേണ്ടിയിട്ട്. പക്ഷേ മാച്ച് പോകുന്തോറും അവർ നന്നായിട്ട് എറിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ എനിക്കൊന്ന് ഈ തവണ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ബോൾ എറിയാൻ പെടും തോന്നുന്നു. മറ്റേതെങ്കിലും തരത്തിൽ ഈ ടോസൊക്കെ നിർണായകമാണ്. പ്രത്യേകിച്ച് ഈ ഗ്രൗണ്ടിൻ്റെ സ്വഭാവം, നിരന്തരമായ ഗ്രൗണ്ടിൽ മത്സരം നടക്കുകയാണ്. അപ്പോൾ ആ നിലയിൽ ടോസ് നിർണായകമാണെന്ന് കരുതുന്നുണ്ടോ? ടോസ് നമ്മളല്ലേ ഇപ്പോൾ നൈറ്റ് മാച്ചാണ്. അപ്പോൾ നൈറ്റ് മാച്ചിൽ ഒരു ഫാക്ടർ ഉണ്ട്. ബട്ട് പ്ലസ് നമ്മൾ കഴിഞ്ഞ കൊല്ലം കൊച്ചി കളിച്ചപ്പോഴും ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ബാറ്റ് ചെയ്യുകയാണെങ്കിലും നല്ലൊരു സ്കോർ എടുക്കുകയാണെങ്കിൽ, അപ്പോൾ ഇന്നലത്തെ മാച്ച് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിൽ നല്ലൊരു സ്കോർ അവരെടുത്തു. അപ്പോൾ എപ്പോഴും ഒരു പ്രഷറുണ്ട്, എപ്പോഴും ഏത് ബാറ്റിംഗ് ആണെങ്കിലും ബോളിംഗ് ആയാലും. അപ്പം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും നമുക്ക് ഡോമിനേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇപ്പോൾ കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബാറ്റിംഗ് ലൈനപ്പ് വലുതാണ്. ഇപ്പോൾ അവസാനം ഇറങ്ങുന്ന ആളുകൾ വരെ വമ്പനടിക്കാൻ കരുത്തുള്ളവരാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഏറ്റവും വലിയ ടെൻഷൻ അതായിരിക്കുമോ? രണ്ട് ടീമും നല്ല സ്ട്രോങ് സൈഡാണ്. അവർ നല്ല ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്, നമ്മൾ നല്ല കളിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെയാണ്, ആ ദിവസം നമ്മളെ നന്നായിട്ട് കളിക്കുന്ന ആരാണോ അവർക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ടാവും. എന്തായാലും തുടർച്ചയായി 2 സീസണിലും ഫൈനലിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ കപ്പിന് ഒറ്റ മത്സരം അകലെയാണ്. അങ്ങനെ ഒരു ആദ്യ 2 സീസണിൻ്റെയും ചാമ്പ്യന്മാരാകുമെന്ന പ്രതീക്ഷ തന്നെയാണല്ലേ? നമ്മുടെ ആഗ്രഹം അത് തന്നെയാണ്. ബൈ ഗോഡ് ബ്ലെസ് അത് അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എന്തായാലും തകർക്കട്ടെ. എല്ലാവിധ വിജയാശംസകളും നേരുന്നു. ക്യാമറമാൻ സിറിൽ ഡി ലെസ്ലിക്കൊപ്പം സലിം മാലിക്, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.